നമസ്കാരം. വിജയ് സംഗീത തൃഷ വിവാദങ്ങൾ ആളിക്കത്തുന്ന സാഹചര്യത്തിൽ റെഡിറ്റിൽ പ്രത്യക്ഷപ്പെട്ട പുതിയൊരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. തൃഷയുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? 4 വർഷത്തിലധികമായി നടൻ വിജയിയെയും തൃഷയെയും ചേർത്ത് പ്രചരിച്ചിരുന്ന ഗോസിപ്പുകൾക്ക് സംഗീത സ്വർണലിംഗം വിവാഹമോചന ഹർജി ഫയൽ ചെയ്തതോടെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഹർജിയിൽ സംഗീത പരാമർശിച്ചിരിക്കുന്ന നടി തൃഷ കൃഷ്ണനാണെന്ന നിഗമനത്തിൽ തെന്നിന്ത്യൻ സിനിമാ ലോകവും ആരാധകരും എത്തിച്ചേർന്നു കഴിഞ്ഞു. കുടുംബം തകർത്ത സ്ത്രീ എന്ന ടാഗും തൃഷയ്ക്ക് ചാർത്തി കിട്ടി. നടിയുമായുള്ള വഴിവിട്ട ബന്ധം കണ്ടുപിടിച്ചതിന്റെ പേരിലാണ് താൻ വിവാഹമോചനം ആവശ്യപ്പെടുന്നതെന്ന് സംഗീത വെളിപ്പെടുത്തിയത് മുതൽ നടിക്കെതിരെ രൂക്ഷമായ പരിഹാസവും സൈബർ ആക്രമണവുമാണ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളിൽ തൃഷ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വിജയ്ക്കൊപ്പം പൊതുവേദിയിൽ തൃഷ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. വിജയ് സംഗീത തൃഷ വിവാദങ്ങൾ ആളിക്കത്തുന്ന സാഹചര്യത്തിലാണ് റെഡിറ്റിൽ പ്രത്യക്ഷപ്പെട്ട പുതിയൊരു പോസ്റ്റ് ശ്രദ്ധ നേടുന്നത്. തൃഷയുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? നടിയുടെ സമീപകാല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊന്നും അമ്മ ഉമാകൃഷ്ണന്റെ സാന്നിധ്യമില്ല എന്നതാണ് പുതിയ ചർച്ചകൾക്ക് പിന്നിലെ കാരണം. ഒരു കാലത്ത് തൃഷ എവിടെയായിരുന്നാലും അമ്മ ഉമ്മയും അവിടെ നിഴലായി ഉണ്ടാകുമായിരുന്നു. തന്റെ കരിയർ ഇത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിലെ കാരണം അമ്മയാണെന്ന് തൃഷ തന്നെ പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. വിജയുമായുള്ള ബന്ധത്തിൽ അമ്മയ്ക്ക് എതിർപ്പുള്ളതുകൊണ്ടാണോ മകൾക്കൊപ്പം എവിടെയും പ്രത്യക്ഷപ്പെടാത്തത് എന്ന രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. മകളെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ കഴിയാതെ പോയ അമ്മ എന്നും ചില റെഡിറ്റ് യൂസേഴ്സ് ഉമ്മയെ വിമർശിച്ചു കുറിച്ചു. മകളോട് നല്ല തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ വിവാഹമോചിതയായതോ അവിവാഹിതനോ ആയ ഒരു നല്ല പങ്കാളിയെ കണ്ടെത്താനോ ഉമ്മ എന്തുകൊണ്ട് മകളെ ഉപദേശിക്കുന്നില്ല? ശരിയും തെറ്റും എന്താണെന്ന് പഠിപ്പിക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്തമല്ലേ? വിവാഹിതനായ ഒരു പുരുഷനുമായി ഡേറ്റ് ചെയ്യരുതെന്ന് ഉപദേശിക്കാൻ ഉമ്മയ്ക്ക് കഴിഞ്ഞില്ലേ? ഒറ്റപുത്രിയായി ഓമനപുത്രിയായി വളർന്നതിന്റെ കുറവുകൾ തൃഷയുടെ തീരുമാനങ്ങളിലുണ്ട് എന്നിങ്ങനെ നീളുന്നു തൃഷയുടെ അമ്മ ഉമ്മയെ വിമർശിച്ചുള്ള കമന്റുകൾ. അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോകളും വീഡിയോകളും തൃഷ പങ്കുവച്ചിട്ട് നാളുകളേറെയായെങ്കിലും അമ്മ ഉമ്മയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ വനിതാ ദിനത്തിൽ നിറഞ്ഞു നിന്നത് മകൾ തൃഷയായിരുന്നു. സൈബർ ബുള്ളിയിങ് ശക്തമായി നടക്കുന്നത് കൊണ്ടാവാം അമ്മയുടെ ചിത്രങ്ങൾ പങ്കിടുന്നതിൽ തൃഷ പരിധി നിശ്ചയിച്ചത്. ഭർത്താവിന്റെ മരണശേഷം ഉമ്മയ്ക്ക് എല്ലാം മകളാണ്. 2012 തൃഷയ്ക്ക് അച്ഛനെ നഷ്ടമാവുന്നത്. തന്റെ ഒരേയൊരു മകളാണ് തൃഷ. അവളാണെന്റെ ലോകം. തങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ കരുത്തുറ്റതാണ്. ഏതൊരു അമ്മാമകൾ ബന്ധത്തിലുള്ളതുപോലെ ഞങ്ങൾ തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ മോശം സമയത്തും നല്ല സമയത്തും പരസ്പരം സത്യസന്ധത പുലർത്താറുണ്ട്. അതാണ് തങ്ങളുടെ ബന്ധത്തിന്റെ അടിത്തറയും. തങ്ങളുടെ ജീവിതത്തിൽ കുറേ സംഭവങ്ങളുണ്ട്. പലതും വളരെ മോശമായിട്ടുള്ളവയാണ്. അതൊക്കെയാണ് തങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിച്ചതെന്നാണ് മകളെക്കുറിച്ച് സംസാരിക്കവേ ഒരിക്കൽ ഉമ്മ പറഞ്ഞത്. സ്വന്തം പ്രശ്നം വന്നാലും ഒരിക്കലും പതറരുതെന്ന് തന്നെ പഠിപ്പിച്ചത് അമ്മയാണെന്ന് നടിയും പറയാറുണ്ട്. മറ്റെന്തിലും ഉപരി അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ. തന്റെ ജീവിതത്തിൽ അമ്മയ്ക്കറിയാത്തതായി ഒരു കാര്യവുമില്ല. അത് ജോലിയുടെ കാര്യത്തിലായാലും സ്വകാര്യ ജീവിതത്തിലാണെങ്കിലും അതിൽ മാറ്റമില്ല എന്നാണ് തൃഷ പറഞ്ഞത്. പ്രായം 65-ലെത്തിയെങ്കിലും തൃഷയേക്കാൾ സുന്ദരിയാണ് അമ്മ ഉമ്മ. മുമ്പ് നിരവധി സിനിമാ അവസരങ്ങൾ ഉമ്മയെ തേടിയെത്തിയിരുന്നു. പക്ഷേ അതെല്ലാം അവർ നിരസിക്കുകയായിരുന്നു. മകൾ തൃഷയ്ക്ക് വേണ്ടി ജീവിക്കാനായിരുന്നു എന്നും ഉമ്മയ്ക്ക് താല്പര്യം. മറ്റൊന്നും ആ സ്ത്രീ ആഗ്രഹിച്ചിരുന്നുമില്ല.